ഇത് ഫാദർ മാണി മേൽവട്ടം. വിശ്വാസതീഷ്ണമായ ജീവിതം കൊണ്ട് ഒരു ജനതയെ മുഴുവൻ ഒരുമിപ്പിക്കുന്ന ഇടയശ്രേഷ്ഠൻ. കാസർഗോഡ് സപ്തഭാഷാ സംഗമഭൂമി, വിഭിന്ന സംസ്കാരങ്ങളുടെ ഭൂമിക. പൂർവചരിത്ര സ്മരണകൾ ഉറങ്ങുന്ന കാസർഗോഡിന്റെ മണ്ണിൽ ക്രിസ്തീയ കുടിയേറ്റത്തിന്റെ വേരുകൾ വളരാൻ തുടങ്ങിയിട്ട് അധികമേറെ കാലമായിട്ടില്ല. 1980കളുടെ അവസാനമാണ് കാസർഗോഡിന്റെ മണ്ണിൽ മരുപ്പച്ച തേടിയിറങ്ങിയവരുടെ കുടിയേറ്റ ചരിതം ആരംഭിക്കുന്നത്. നാടും വീടും വിട്ട് പുതിയ മണ്ണിൽ കാൽകുത്തിയവർ പലവിധമാണ്. തലശ്ശേരി അതിരൂപതയുടെ ഭാഗമായ കാസർഗോഡ് ഇന്നും ക്രിസ്തീയ പിന്നോക്ക മേഖലയാണ്. കർണാടക സംസ്ഥാനത്തോട് ചേർന്ന് കിടക്കുന്ന കാസർഗോഡിൽ കൊങ്ങിണി ഭാഷയിൽ ലത്തീൻ കുർബാനയാണ് അക്കാലത്തുണ്ടായിരുന്നത്. ഒരു മലയാളം കുർബാന ഇവർക്ക് സാധ്യമാകുന്നത് വർഷത്തിലൊരിക്കൽ നാട്ടിൽ പോകുമ്പോഴായിരുന്നു. അതുമല്ലെങ്കിൽ അന്നത്തെ ഏക ധ്യാനകേന്ദ്രമായ കോട്ടയിൽ പോകുമ്പോഴായിരുന്നു. ഏതു കുടിയേറ്റ പ്രദേശത്തെയും പോലെ കാസർഗോഡിന്റെ കുടിയേറ്റ ചരിത്രത്തിലും നോവുകാലത്തിന്റെ കഥനങ്ങൾ പറയാനുണ്ട്. കാട്ടാറും കാട്ടുമൃഗങ്ങളും വിഹരിച്ച കാനനഭൂവിലേക്ക് സ്വപ്നങ്ങൾ ചുമടായി ചുമലിലേറ്റിക്കൊണ്ടുവന്ന സ്വപ്നാടകർ, വിതച്ചത് കൊയ്യാനാവാതെ പകലിരവുകളിലേക്ക് പകച്ചു നോക്കിയ ആ കാലം, പ്രകൃതിയുടെ പകിടകളിക്ക് മുന്നിൽ പരാജയപ്പെട്ട് പടിയിറങ്ങി പുതിയ മരുപ്പച്ചകൾ തേടി ചിലർ യാത്രയാകുമ്പോഴും ഈ ഭൂവിൽ വിതച്ചത് താൻ കൊയ്യും എന്നുറപ്പോടെ ബാക്കി വന്നവർ മുന്നിട്ടിറങ്ങി. കാലങ്ങൾക്കിപ്പുറം വിശ്വാസതീഷ്ണതയിലെ യാഗാലയം തീർക്കുവാൻ ഇവർ ഒരു മെയ്യായി, ഒരു മനസ്സായി. ആ ശ്രമം ഫലം കണ്ടു. കാസർഗോഡിന്റെ നിറകയിൽ അവരൊരു ദേവാലയം പണി കഴിപ്പിച്ചു. സെന്റ് ജോസഫിന്റെ നാമത്തിൽ ഇവർ ഈ ദേവാലയത്തിൽ ഒത്തുകൂടി ദിവ്യബലി അർപ്പിച്ചു. കാസർഗോഡ് ജനതയുടെ ചിരകാല സ്വപ്നം പൂവണിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഇന്ന് ഈ ജനത. ഇന്നും അനേകം കിലോമീറ്റർ ദൂരത്തിൽ ചിതറിത്താമസിക്കുന്ന വിശ്വാസ സമൂഹത്തിന്റെ സമാശ്വാസത്തിനായി മറ്റ് 2 ദേവാലയങ്ങൾ കൂടി ഇവർ പൂർത്തീകരിച്ചു. ആത്മീയദാഹാർത്തരായ ഈ ജനതയ്ക്ക് പുതിയ ദൈവീക ദർശനങ്ങൾക്ക് ഈ ദേവാലയം വഴിയൊരുക്കി. പെയ്തൊഴിഞ്ഞുപോയ ആ പഴയ കാലത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു ഇന്നിവർ.
അഭിവന്യ മാർ ജോർജ് വലിയമറ്റം പിതാവിൻ്റെ കാലത്താണ് നഗരപ്രദേശത്തുള്ള ഇടവകകൾക്ക് തുടക്കം കുറിക്കുന്നത്. അഭിവന്യ പിതാവ് വളരെ ക്രാന്തദർശിയായ മോൺസിഞ്ഞോർ മാത്യു എം ചാലിലെ ആ ദൗത്യം ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ മോൺസിഞ്ഞോർ മാത്യു എം ചാലിൽ തുടക്കം കുറിച്ച ഒരു നഗരപ്രദേശത്തുള്ള ഇടവകയാണ് കാസർഗോഡ് വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ നാമത്തിലുള്ള ഈ ഇടവക ദേവാലയം. പല പ്രഗത്ഭരായ വികാരിയച്ചന്മാരുടെ ശുശ്രൂഷകൾ പിന്നിട്ട് 2013 ജൂൺ മാസം ആദ്യമാണ് ഈ ഇടവകയിൽ ഞാൻ എത്തിച്ചേരുന്നത്. ഈ ഇടവകയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഗ്രാമാന്തരങ്ങളിലൂടെ ഇടവകൾക്ക് വിഭിന്നമായി വേറിട്ടൊരു കണ്ണോടുകൂടെ അജപാലന ശുശ്രൂഷ നിർവഹിക്കേണ്ട ഒരു ഇടവകയാണ് കാസർഗോഡ് ടൗൺ പാരീഷ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഈ പ്രദേശം ക്രൈസ്തവ സാന്നിധ്യം നന്നേ കുറഞ്ഞ ഒരു പ്രദേശമാണ്. അക്രൈസ്തവരുടെ ഇടയിൽ ക്രൈസ്തവരായിരിക്കുമ്പോൾ കൊടുക്കേണ്ട ഒരു സാക്ഷ്യം, അതിൻ്റെ കണ്ണിലൂടെയാണ് ഇടവക പ്രവർത്തനങ്ങളെ നോക്കിക്കാണാനായിട്ട് തുടക്കം മുതലേ ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. നമുക്കറിയാവുന്ന പോലെ ബലപ്പെട്ടവർക്ക് മാത്രമേ ശക്തമായ ഒരു നേതൃത്വ സമൂഹത്തിൽ കൊടുക്കാൻ പറ്റുകയുള്ളൂ. അന്നേരം ആദ്യപടിയായി ഇടവകയെ ശാക്തീകരിക്കുന്ന, കുറേ കൂടെ ബലപ്പെടുത്തുന്ന പരിപാടികൾ സംഘടിപ്പിക്കാനായിട്ടുള്ള ശ്രമമാണ് നടത്തിയത്. ഞാൻ ഓർക്കുന്നു 2013 വർഷത്തിൽ വിശ്വാസ വർഷമായിട്ട് ആചരിച്ചപ്പോൾ വിശ്വാസ വർഷ വാർഡ് തല സംഗമങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. ജനങ്ങളുടെ വലിയ പങ്കാളിത്തത്തോടെ നടത്തപ്പെട്ട ഈ വാർഡ് തല സംഗമങ്ങളിലൂടെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഈ സംഗമങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. തുടർന്ന് ഈ വർഷവും അത്തരത്തിലുള്ള, ഈ വർഷം നമ്മളുടെ സമർപ്പിത വർഷമാണ്, സമർപ്പിത വർഷ കുടുംബ നവീകരണ സംഗമങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. അതായത് നമ്മളുടെ ഒരു ക്രിസ്തീയ സാന്നിധ്യം വളരെ പ്രത്യക്ഷത്തിൽ പ്രഘോഷിക്കത്തക്ക വിധത്തിൽ മനുഷ്യരുടെ മനസ്സൊരുക്കുകയായിരുന്നു വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മളൊരു ന്യൂനപക്ഷമായിരിക്കുന്നിടത്തോളം കാലം പക്ഷേ ഇവിടുത്തെ ജനത്തിന് നമ്മളോട് യാതൊരു വിധത്തിലുള്ള അകൽച്ചയുമില്ല. ക്രിസ്ത്യാനികളോട് ഇവിടുത്തെ അക്രൈസ്തവർക്ക് സ്നേഹമാണ്, താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ അവരിലേക്ക് എത്തി നിൽക്കുന്ന ചില സംഘാടന പ്രവർത്തനങ്ങൾ നമ്മൾ ബോധപൂർവം ചെയ്തു പോരുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മുസ്ലിം സഹോദരങ്ങളുടെ ഇഫ്താർ വിരുന്നുകളിൽ പങ്കെടുക്കുക. ക്ഷണിക്കുമ്പോൾ ഒരു വർഷം 5-8 ഇഫ്താർ വിരുന്നുകളിൽ നമ്മൾ പങ്കെടുക്കാറുണ്ട്. അമ്പലങ്ങളുടെ മതസൗഹാർദ്ദ സമ്മേളനങ്ങൾ, സാംസ്കാരിക സമ്മേളനങ്ങളിൽ പങ്കെടുക്കുക, റോട്ടറി, ലയൺസ്, YMC മുതലായ ക്ലബ്ബുകളുടെ കുടുംബ സംഗമങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കുക, മറ്റ് ഏതെങ്കിലും വിധത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ പൊതുപരിപാടികളിൽ പങ്കെടുത്ത് നമ്മൾ സംസാരിക്കുകയും മതസൗഹാർദ്ദത്തിൻ്റെ, പരസ്പരമുള്ള പാരസ്പര്യത്തിൻ്റെ, കൂട്ടായ്മയുടെ സന്ദേശം ഊട്ടിയുറപ്പിക്കാനായിട്ടുള്ള ഇത്തരത്തിലുള്ള പങ്കാളിത്തങ്ങൾ, പരിപാടികൾ, അതിലുള്ള സന്ദേശങ്ങൾ കാരണമായിട്ടുള്ളതായിട്ട് ഓർക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ക്രിസ്തീയ സാന്നിധ്യം കൂടുതലായിട്ട് ഊട്ടിയുറപ്പിക്കാനായിട്ടുള്ള ഇത്തരത്തിലുള്ള സംഗമങ്ങൾക്കും പരിപാടികളിലെ പങ്കാളിത്തത്തിന് സാധിച്ചിട്ടുണ്ടെന്നാണ് പ്രത്യേകമായിട്ടുള്ള ചിന്ത. സാമൂഹിക ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നമ്മൾ പല പരിപാടികൾ ഇടവകയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നു. ഉദാഹരണമായിട്ട് ഇവിടെ HIV ഇൻഫെക്റ്റഡ് ആൻഡ് അഫക്റ്റഡ് ആയിട്ടുള്ള ഇവരുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന പരിപാടികൾ, പഠനോപകരണങ്ങളുടെ വിതരണങ്ങൾ, അവരുമായിട്ടുള്ള കൂട്ടായ്മ സംഗമങ്ങളൊക്കെ നമ്മൾ അത്തരത്തിൽ അനുസ്മരിക്കുന്ന കാര്യമാണ്. ഈ കഴിഞ്ഞ ഓണപരിപാടിക്ക്, ഓണ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇടവക ദിനവും ഓണാഘോഷവും ആഘോഷിച്ചപ്പോൾ കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡുമായിട്ട് സഹകരിച്ചാണ് നമ്മൾ 100 അന്ധരായ സഹോദരി സഹോദരന്മാർക്ക്, പ്രത്യേകിച്ച് നിർധനരായ അന്ധരായ സഹോദരി സഹോദരന്മാർക്ക് ഓണക്കിറ്റ് വിതരണം, ഓണസദ്യ, സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടി നമ്മളുടെ ഒരു സഹായഹസ്തം അവർക്ക് വേണ്ടി നീട്ടുകയുണ്ടായി. പുത്രൻ റൂഹായി നിത്യ
നിത്യമഹോന്നത ദൈവമേ, നിൻ രാജ്യം ഭൂവിൽ വരണം, നിൻ തിരുഹിതമതു പുലരീണം. ബാവാ പുത്രൻ റൂഹായേ, നിത്യമഹോന്നത ദൈവമേ, നിൻ രാജ്യം ഭൂവിൽ വരണം, നിൻ തിരുഹിതമതു പുലരീണം. അത്യുന്നതനാം കർത്താവല്ലോ ബാവാ പുത്രൻ റൂഹാ, നിത്യം വാഴും കർത്താവല്ലോ ബാവാ പുത്രൻ റൂഹാ. അത്യുന്നതനാം കർത്താവല്ലോ ബാവാ പുത്രൻ റൂഹാ. നിത്യം വാഴും കർത്താവല്ലോ ബാവാ പുത്രൻ റൂഹാ. ബാവാ പുത്രൻ റൂഹായേ, നിത്യമഹോന്നത ദൈവമേ, നിൻ രാജ്യം ഭൂവിൽ വരണം, നിൻ തിരുഹിതമതു പുലരീണം. ബാവാ പുത്രൻ റൂഹായേ, നിത്യമഹോന്നത ദൈവമേ, നിൻ രാജ്യം ഭൂവിൽ വരണം, നിൻ തിരുഹിതമതു പുലരീണം. നിത്യമഹോന്നത സൃഷ്ടാവല്ലോ ബാവാ പുത്രൻ റൂഹാ, സത്യമഹോന്നത രക്ഷകനല്ലോ ബാവാ പുത്രൻ റൂഹാ. ആദിയുമന്തവുമായവനല്ലോ ബാവാ പുത്രൻ റൂഹാ. സർവശക്ത പരിപാവനനല്ലോ ബാവാ പുത്രൻ റൂഹാ. ബാവാ പുത്രൻ റൂഹായേ, നിത്യമഹോന്നത ദൈവമേ, നിൻ രാജ്യം ഭൂവിൽ വരണം, നിൻ തിരുഹിതമതു പുലരീണം. ബാവാ പുത്രൻ റൂഹായേ, നിത്യമഹോന്നത ദൈവമേ, നിൻ രാജ്യം ഭൂവിൽ വരണം, നിൻ തിരുഹിതമതു പുലരീണം. സർവചരാചര പാലകനല്ലോ ബാവാ പുത്രൻ റൂഹാ, സകല കൃപാവരദായകനല്ലോ ബാവാ പുത്രൻ റൂഹാ. സൈന്യാധിപനാം കർത്താവല്ലോ ബാവാ പുത്രൻ റൂഹാ. ത്രിത്വമേക പരിപൂജിതനല്ലോ ബാവാ പുത്രൻ റൂഹാ. ബാവാ പുത്രൻ റൂഹായേ, നിത്യമഹോന്നത ദൈവമേ, നിൻ രാജ്യം ഭൂവിൽ വരണം, നിൻ തിരുഹിതമതു പുലരീണം. ബാവാ പുത്രൻ റൂഹായേ, നിത്യമഹോന്നത ദൈവമേ,
തിരുഹിതമതു പുലരീണം. അത്യുന്നതനാം കർത്താവല്ലോ ബാവാ പുത്രൻ റൂഹാ. നിത്യം വാഴും കർത്താവല്ലോ ബാവാ പുത്രൻ റൂഹാ. ബാവാ പുത്രൻ റൂഹായി നിത്യമഹോന്നത ദൈവമേ, നിൻ രാജ്യം ഭൂവിൽ വരണം, നിൻ തിരുഹിതമതു പുലരീണം. ബാവാ പുത്രൻ റൂഹായി നിത്യമഹോന്നത ദൈവമേ, നിൻ രാജ്യം ഭൂവിൽ വരണം, നിൻ തിരുഹിതമതു പുലരീണം. കാസർഗോഡ് ഇടവക എന്ന് ഇവിടുത്തെ ക്രിസ്തീയ സമൂഹം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമൂഹമാണ്. ഈ അനുഗ്രഹം അല്ലെങ്കിൽ ഈ ഒരു പ്രത്യേക അനുഗ്രഹം നമുക്ക് ബാക്കിയുള്ള സമൂഹത്തിൽ ഒരു പരിധിവരെ പകർന്നു കൊടുക്കാൻ കഴിയുന്നുണ്ട്. 3-4 വർഷമായിട്ട് എനിക്കിവിടുത്തെ സൺഡേ സ്കൂൾ അധ്യാപകനായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമൂഹത്തിൽ എങ്ങനെ യുവജനങ്ങൾക്ക് ക്രിസ്തുവിന് സാക്ഷ്യം നൽകാം എന്നതിൽ ഇവിടുത്തെ മതബോധന മേഖല വളരെ നല്ലൊരു ഗൈഡൻസാണ് കൊടുക്കുന്നത്. ശരിക്കും അല്ലെങ്കിൽ പലപ്പോഴും പല രീതിയിൽ പോകുമായിരുന്ന യുവജനങ്ങളെ ഈ നമ്മുടെ പള്ളിയുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്മുടെ വികാരിയച്ഛൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ കൊച്ചച്ഛൻ്റെ നേതൃത്വത്തിൽ ഈ പള്ളിയുമായിട്ട് ചേർത്ത് നിർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആവേ മരിയ മാതൃവേദി കാസർഗോഡ് യൂണിറ്റിൽ ഇടവകയിലെ എല്ലാ അമ്മമാരും ഇതിൽ അംഗങ്ങളാണ്. ഇത് ഇടവകയുടെ ഒരു കൂട്ടായ്മയാണ് സൂചിപ്പിക്കുന്നത്. ഇടവക വികാരി ഫാദർ മാണി മേൽവട്ടത്തിൻ്റെയും അസിസ്റ്റൻ്റ് വികാരി ഫാദർ ആൻ്റണി വെട്ടിയാനിക്കലിൻ്റെയും ആനിമേറ്റഡ് സിസ്റ്റേഴ്സായ സിസ്റ്റർ ഇമാക്കുലേറ്റ് മേരി, സിസ്റ്റർ ആൽഫിൻ എന്നിവരുടെയും നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ആത്മീയ സംഘടനയാണ് മാതൃവേദി. ആത്മീയ രംഗങ്ങളിൽ അമ്മമാരെ ഉദ്ബുദ്ധരാക്കാൻ വേണ്ടി സെമിനാറുകളും ക്ലാസ്സുകളും നടത്തിവരുന്നു. അതോടൊപ്പം കൗമാരക്കാരായ കുട്ടികൾ ഇന്നത്തെ സമൂഹത്തിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ അവരിൽ എങ്ങനെ അത് അഭിമുഖീകരിക്കാൻ അവർക്കൊരു ധൈര്യമുണ്ടാക്കി തീർക്കാം എന്നതിനെക്കുറിച്ച് ക്ലാസ്സുകളും ഒപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സിനോടൊപ്പം തന്നെ കൗൺസിലിങ്ങും മറ്റും നടത്തുന്നതിൽ അതിൻ്റെ നേതൃത്വം മാതൃവേദി സംഘടന ഏറ്റെടുത്തിട്ടുണ്ട്. സെപ്റ്റംബർ 8 പരിശുദ്ധ അമ്മയുടെ പിറവിത്തിരുന്നാളിനോടനുബന്ധിച്ച് വിശുദ്ധ കുർബാനയിൽ എല്ലാ അമ്മമാരും പങ്കെടുക്കുകയും കാഴ്ച സമർപ്പണം നടത്തുകയും കാഴ്ച സമർപ്പണത്തിൽ ലഭിച്ച സാധനങ്ങൾ അഗതി മന്ദിരങ്ങളിൽ എത്തിച്ചു കൊടുക്കുകയും ഒരു ദിവസം അവരോടൊപ്പം ചെലവഴിക്കുകയും ചെയ്യുന്നതിൽ അവർ ഉത്സുകരായിരുന്നു.